പല്ല് തേക്കാതെ ഒരാൾ അടുത്തേക്ക് വരുന്ന സമയത്ത് വല്ലാത്തൊരു സ്മെല്ല് നമുക്കുണ്ടാകും. അതൊരു 200-300 ആൾക്കാരുള്ള ഒരു തിയേറ്ററിൽ രാവിലെ 4 മണിക്ക് പല്ല് തേക്കാതെ ഒരുപാട് ആൾക്കാർ ഇരുന്ന് കഴിഞ്ഞാൽ എത്രത്തോളം നാറ്റമുണ്ടാകും. ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്യുക. ഏതായാലും ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല. 2 മണിക്ക് എഴുന്നേറ്റ് കുളിച്ച് റെഡി ആയിട്ടാണ് കങ്കുവ സിനിമക്ക് പോയിട്ടുള്ളത്. 4 മണിക്കാണ് ഫാൻ ഷോ. പക്ഷേ ഫാൻ ഷോ 5 മണിക്കാണ് തുടങ്ങിയിട്ടുള്ളത്. 8 മണിക്ക് ഒരു അപ്പോയിന്റ്മെന്റ് റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു. കാരണം 7 മണിക്കുള്ള അപ്പോയിന്റ്മെന്റ് 4 മണിക്ക് ഷോ ഉള്ളത് കൊണ്ട് 8 മണിയിലേക്ക് ആക്കിയതാണ്. രണ്ടും കുളമായി. സിനിമ തുടങ്ങിയ സമയം മുതൽ വലിയ നിരാശയാണ് നൽകിയിട്ടുള്ളത്. പ്രത്യേകിച്ച് യോഗി ബാബു കോമഡിയൊക്കെ അട്ടർ ഫ്ലോപ്പ് ആയിരുന്നു. സൂര്യയുടെ ആ ഒരു ക്യാരക്ടറിന്റെ തുടക്കത്തിലൊക്കെ അരോചകമായിട്ട് തോന്നിയിട്ടുണ്ട്. പിന്നെ സിനിമ നമ്മുടെ മെയിൻ സീനിലേക്ക് വന്ന സമയത്തൊക്കെ ഒരു ഇമ്പാക്ട് ഉണ്ടാക്കുന്നില്ല, ഇമോഷണലി കണക്ട് ആവുന്നില്ല. ചില സീനുകൾക്കൊക്കെ ഒരു തുടർച്ചയില്ല. എസ്പെഷ്യലി ആ ഒരു മുതലയുമായിട്ടുള്ള ഫൈറ്റൊക്കെ ഒരു കണ്ടിന്യൂറ്റി ഇല്ല. ഫൈറ്റ് അവിടെ നടക്കുന്നു, പെട്ടെന്ന് മറ്റൊരു സ്ഥലത്തേക്ക് എത്തുന്നു. ഒന്നും മനസ്സിലാകാത്ത രീതിയിലുള്ള ഒരു മേക്കിംഗ്. അവസാനം ആ ഒരു മുതല കൊല ചെയ്യപ്പെടുന്ന സമയത്ത്, സൂര്യ കൊല്ലുന്ന സമയത്ത് ചിരിയാണ് വരുന്നത്. ഫാൻ ഷോ ആണ്, എല്ലാവരും ചിരിക്കുന്നുണ്ട്. അതുകൊണ്ട് പറയാണ് ഇതിലാകെ ഒരു പോസിറ്റീവായിട്ട് തോന്നിയിട്ടുള്ളത് സൂര്യയാണ്. ഏതായാലും ഒരു വൺ ടൈം വാച്ചബിൾ എന്ന് പറയാം. അതല്ലാതെ ഒരുപാട് എക്സ്പെക്ടേഷൻ ഒന്നും വെച്ച് നിങ്ങൾ പോകരുത്. ആ ഒരു രീതിയിലുള്ള ഒരു സിനിമയല്ല, ജസ്റ്റ് ഒരു ആവറേജ്. അങ്ങനെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നമ്മൾ ഒരുപാട് എക്സ്പെക്ടേഷൻ കൊടുത്തത് കൊണ്ടാണോ എന്നറിയില്ല. ഏതായാലും എനിക്കൊരു ആവറേജ് ഫീലാണ് തോന്നിയിട്ടുള്ളത്. നിങ്ങൾ സിനിമ കണ്ടിട്ടുള്ള ആളാണെങ്കിൽ സിനിമയെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ ഒപ്പീനിയൻ തീർച്ചയായിട്ടും കമന്റിൽ അറിയിക്കാൻ ശ്രമിക്കുക.